Hello everybody, welcome to Edu channel. NCERT സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് 10ൻ്റെ ക്ലാസ്സാണിത്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആണ്. ഇതിൻ്റെ പാർട്ട് 2 ആണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് വാട്ട് ഈസ് സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്നുള്ളതാണ് ഈ സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. Recall the law of conservation of mass. Mass can neither be created nor destroyed in a chemical reaction. That is, the total mass of the element present in the product of a chemical reaction has to be equal to total mass of the element present in the reactant. ഇപ്പോൾ നമ്മൾ മാസ് ഓഫ് കൺസർവേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൽ പറയുന്നത് എന്താ, ഇത് മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്കൊരു പുതിയൊരു മാസ് ഉണ്ടാക്കാനും വേണ്ടി പറ്റില്ല, അതുപോലെ അവിടെ യൂസ് ചെയ്തിട്ടുള്ള മാസ് ഇല്ലാതാക്കാനും പറ്റില്ല. The total mass of the element present in the product of a chemical reaction has to be equal to the mass of the element present in the reactants. റിയാക്റ്റൻസും പ്രോഡക്റ്റും എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് എന്താണോ കിട്ടുന്നത് അത് റിയാക്റ്റൻസിന് ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. In other words, the number of atoms of each element remains the same before and after a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നതിന് മുമ്പും അതിന് ശേഷവും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന ആറ്റംസിൻ്റെ നമ്പർ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഹെൻസ് വി നീഡ് ടു ബാലൻസ് എ സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ. നമുക്ക് നേരത്തെ നമ്മൾ മെഗ്നീഷ്യത്തിൻ്റെ എക്സാമ്പിളായിരുന്നു കെമിക്കൽ റിയാക്ഷനിൽ കണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്താൽ മാത്രമേ റിയാക്ഷൻസിലുള്ള ആറ്റത്തിൻ്റെ എണ്ണവും പ്രോഡക്റ്റിലുള്ള ആറ്റത്തിൻ്റെ എണ്ണവും സെയിം ആവുള്ളൂ. ലെറ്റ് us ലേൺ അബൌട്ട് ബാലൻസിങ് എ കെമിക്കൽ ഇക്വേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ടതെന്നാണ് ഈ സെക്ഷനിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ഇപ്പോൾ വേർഡ് ഇക്വേഷൻ ആക്ടിവിറ്റിയിൽ ഇപ്പോൾ സിങ്ക് പ്ലസ് സൾഫ്യൂറിക് ആസിഡ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ. ഇതാണ് നമ്മൾ വേർഡിൽ എഴുതുന്ന വേർഡ് ഇക്വേഷൻ, കെമിക്കൽ ഇക്വേഷൻ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒരു കെമിക്കൽ ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? സിങ്കിൻ്റെ കെമിക്കൽ അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയുന്നത് Zn ആണ്. സൾഫ്യൂറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2SO4 ആണ്. അതേപോലെ സിങ്ക് സൾഫേറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ZnSO4 ആണ്. ഹൈഡ്രജൻ്റെ ഫോർമുല H2O ആണ്. അപ്പോൾ നമ്മൾ കെമിക്കൽ ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? Zn പ്ലസ് H2SO4 ഗിവ് ZnSO4 പ്ലസ് H2. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് എത്ര നമ്പർ ഓഫ് ആറ്റംസ് വരുന്നുണ്ട് എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. അവിടെ ഒരു ടേബിളാർ കോളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിങ്കിൽ നോക്കുക, റിയാക്റ്റൻ്റ് സൈഡിൽ സിങ്ക് എത്ര ആറ്റം ഉണ്ട്? 1. നമ്പർ ഓഫ് ആറ്റംസിൻ്റെ പ്രോഡക്റ്റ് സൈഡിൽ സിങ്ക് 1 തന്നെ. ഹൈഡ്രജൻ്റെ കേസ് നോക്കുക, H2SO4ൽ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതേപോലെ ZnSO4ഉം പിന്നെ പ്രോഡക്റ്റ് വരുന്ന സൈഡിൽ H2 ഹൈഡ്രജനും 2 ആറ്റം ഉണ്ട്. പിന്നെ സൾഫർ റിയാക്റ്റൻ്റ് സൈഡിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 1 ആറ്റമാണ്. അതേപോലെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് സൈഡിലും സൾഫർ 1 ആറ്റമാണ് വരുന്നത്. ഇനി O എന്ന് പറയുന്നത് പിന്നെ H2SO4ൽ എത്ര ആറ്റംസ് വരുന്നുണ്ട്? 4 ആറ്റം വരുന്നുണ്ട്. അതേപോലെ ZnSO4ലും 4 ആറ്റം വരുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും എത്രയാണ്? സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആണെന്ന് മനസ്സിലായി. As the number of atoms of each element is the same on both sides of the arrow, the equation is balanced chemical equation. ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താ വെച്ചാൽ ഇവിടെ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഇനി നമ്മൾ വേറൊരു കെമിക്കൽ ഇക്വേഷൻ ചെക്ക് ചെയ്യുകയാണ്. ഒരു എക്സാമ്പിൾ തന്നെ Fe പ്ലസ് H2O ഗീവ് Fe2O4 പ്ലസ് H2 Fe3O4 പ്ലസ് H2. ഈ കേസിൽ നമ്മൾ Fe എന്ന് പറയുന്നത് എന്താ? അയണാണ്. H2 എന്ന് പറയുന്നത് വാട്ടറാണ്. Fe3O4 എന്ന് പറയുന്നത് ഫെറിക് ഓക്സൈഡാണ്. H2 ഹൈഡ്രജൻ. അപ്പോൾ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? Fe പ്ലസ് H2O ഗീവ്സ് Fe3O4 പ്ലസ് H2. ഈ കേസിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, റിയാക്റ്റൻ്റ് സൈഡും പ്രോഡക്റ്റ് സൈഡും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആണോ എന്ന്. Fൻ്റെ നമ്പർ ഓഫ് ആറ്റം ഇവിടെ റിയാക്ഷൻ സൈഡിൽ 1 ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് പ്രോഡക്റ്റ് സൈഡ്
നമ്മൾ കാണാൻ പറ്റും Fe എന്ന് പറയുന്നത് 2 ആറ്റം വരുന്നുണ്ട്. അതേപോലെ ഹൈഡ്രജൻ H2, ഇവിടെ റിയാക്ഷൻ സൈഡിൽ H2 വരുന്നുണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ H2, അത് ഈക്വലാണ്. ഇനി ഓക്സിജൻ്റെ കേസിൽ വരുമ്പോൾ റിയാക്ഷൻ സൈഡിൽ O മാത്രമേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ വരുമ്പോൾ O4 ഉണ്ട്, 4 ആറ്റംസ് ഓഫ് ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 1, to balance your chemical equation, first draw boxes around each formula. Do not change anything inside the boxes while balancing the equation. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കെമിക്കൽ ഇക്വേഷനിൽ നമ്മൾ ആദ്യം ഓരോ ഫോമുലയും ഒരു ബോക്സിൻ്റെ അകത്ത് ആക്കി വെക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 2, the number of atoms of different elements present in unbalanced equation. ഇത് നമുക്ക് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ റിയാക്റ്റൻ സൈഡിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ്, പ്രോഡക്റ്റ് സൈഡിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് എന്നത് ഒരു ടേബുലർ കോളം ആക്കി വെക്കുക. ഇപ്പോൾ അയോണിൻ്റെ കേസിൽ റിയാക്റ്റൻ്റെ സൈഡിൽ 1ഉം പ്രോഡക്റ്റിൻ്റെ സൈഡിൽ 3 ആറ്റംസ് ആണ്. ഹൈഡ്രജൻ്റെ കേസിൽ ബോത്ത് റിയാക്റ്റൻസിലും പ്രോഡക്റ്റിലും സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആണ്, 2. ഇനി ഓക്സിജൻ്റെ കേസിൽ വരുമ്പോൾ റിയാക്റ്റൻ സൈഡിൽ 1 ഓക്സിജൻ ആറ്റം മാത്രമേ ഉള്ളൂ, അതേപോലെ പ്രോഡക്റ്റ് സൈഡിൽ 4 നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഉണ്ട്. Then comes step 3. It is often convenient to start balancing with the compound that contains maximum number of atoms. It may be a reactant or a product. In that compound, select the element which has maximum number of atoms. Using these criteria, we select Fe3O4 and the element oxygen in it. There are 4 oxygen atoms on the RHS and only 1 on the LHS. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, നമ്മൾ ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൽ കോമ്പൗണ്ടിൽ ഏറ്റവും കൂടുതൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആറ്റം വരുന്ന കോമ്പൗണ്ട് സെലക്ട് ചെയ്യാം. അതായത് അത് പ്രോഡക്റ്റിലായിക്കോട്ടെ റിയാക്റ്റൻ സൈഡിലായിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് വരുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് Fe3O4 ആണ്. അതിൽ ഏത് എലമെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ആറ്റം വരുന്നത്, ഓക്സിജൻ എലമെൻറ്റിനാണ്. അതിൽ 4 ഓക്സിജൻ ആറ്റംസ് ഉണ്ട് ഇവിടെ RHSൽ, അതായത് പ്രോഡക്റ്റ് സൈഡിൽ. ടു ബാലൻസ് ദ ഓക്സിജൻ ആറ്റം, ഇനി ഓക്സിജൻ ആറ്റം എങ്ങനെ ബാലൻസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ആറ്റംസ് ഓഫ് ഓക്സിജൻ, ഇനീഷ്യൽ കേസിൽ റിയാക്റ്റൻറ്റിൽ എത്ര ഓക്സിജൻ ഉണ്ട്, 1 ഓക്സിജനേ ഉള്ളൂ, പ്രോഡക്റ്റിൽ 4 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ഇനി അത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ റിയാക്റ്റൻ സൈഡിൽ എത്രയും കൂടെ വന്നാൽ മതി, 4 ഓക്സിജൻ ആറ്റം വന്നാൽ മതി അല്ലേ. അപ്പുറം എത്രയുണ്ട്, ഓൾറെഡി 4 ഉണ്ട്. അപ്പോൾ 1 × 4 ചെയ്താൽ 4 ആയി, അപ്പുറം ഓൾറെഡി 4 ഉണ്ട്. To equalize the number of atoms, it must be remembered that we cannot alter the formula of a compounds or elements involved in reactions. നമുക്കിപ്പം നമ്പർ ഓഫ് ആറ്റംസ് മാറ്റണമെങ്കിൽ നമുക്ക് അവിടെ തന്നിട്ടുള്ള ഇക്വേഷനിൽ ആ ഫോമുല ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അവിടെ നമുക്ക് എന്ത് വരുത്തുകയും വേണം, ആറ്റത്തിൻ്റെ നമ്പറിൽ ചേഞ്ച് ഉണ്ടാവുകയും വേണം. സോ ഫോർ എക്സാമ്പിൾ, ടു ബാലൻസ് ഓക്സിജൻ ആറ്റം വി ക്യാൻ പുട്ട് കോഎഫിഷ്യന്റ് 4 as 4H2O. അപ്പോൾ അവിടെ നമുക്ക് 4 ഓക്സിജൻ ആറ്റം കിട്ടി. അല്ലാതെ നമ്മൾ H2O4 എന്നുള്ളത് എഴുതാൻ പാടില്ല, അതൊരു റോങ് ആൻസറാണ്. അല്ലെങ്കിൽ H2O ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു 4 എഴുതി കൊടുത്താൽ അത് കറക്റ്റ് അല്ല. കാരണം നമ്മളവിടെ കോമ്പൗണ്ട് കംപ്ലീറ്റ്ലി മാറ്റി. അവിടെ നമുക്ക് വാട്ടർ അല്ല ആ സമയത്ത് കോമ്പൗണ്ടായിട്ട് കിട്ടുന്നത്. സോ വാട്ടറിനുള്ള കോമ്പൗണ്ട് മാറാതെ, കെമിക്കൽ ഫോമുല മാറാതെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എവിടെ ചേർക്കാൻ പറ്റുള്ളൂ, ആ H2O എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ കുറച്ച് തൊട്ട് മുമ്പിൽ പ്രിഫിക്സ് ആയിട്ട് മാത്രം നമുക്ക്, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ആയിട്ട് മാത്രം നമുക്ക് 4 ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പാർട്ട്ലി ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് വാട്ടറിൻ്റെ അല്ല ഓക്സിജൻ്റെ ഓക്സിജൻ ഇപ്പോൾ റിയാക്ഷൻ സൈഡിനും പ്രോഡക്റ്റ് സൈഡിനും ഈക്വലായി. അപ്പോൾ എന്ത് കിട്ടി, Fe + 4H2O give Fe3O4 + H2. ഇനി സ്റ്റെപ്പ് 4, Fe and H atoms are still not balanced. Pick any of these elements to proceed further. Let us balance hydrogen atom in the partly balanced equation. ഇപ്പോൾ നമ്മൾ ഇക്വേഷനിൽ നോക്കുമ്പോൾ ഹൈഡ്രജനും അയോണുമാണ് ഇനി ബാലൻസ് ചെയ്യാൻ ബാക്കിയുള്ളത്. അതിലാദ്യം നമുക്ക് ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാം. അതായത് ഇപ്പോൾ റിയാക്റ്റൻ്റ് സൈഡിൽ
4H2O ആണുള്ളത്. അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4H2. അതായത് 4 × 2 8 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അതേപോലെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ H2 മാത്രമേ ഉള്ളൂ, അതായത് 2 ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ നമുക്ക് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റ് സൈഡും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ 4 ഉള്ളത് 2 ഹൈഡ്രജൻ ആറ്റം ഉള്ളത് എന്താക്കണം? 8 ആക്കണമെങ്കിൽ അവിടെ 4നോട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? Fe plus 4H2O gives Fe3O4 plus 4H2. 4H2 എന്ന് പറയുമ്പോൾ അവിടെ 8 ആറ്റംസ് ആയി മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 5. എക്സാമിൻ ദ above equation and pick up the third element which is not balanced. You find that only one element is left to be balanced, that is iron, Fe. അല്ലേ? നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ അകത്ത് ഇനി ഒരു എലമെൻറ്റും കൂടെ മാത്രമേ ബാലൻസ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ റിയാക്റ്റൻ സൈഡും പ്രോഡക്റ്റ് സൈഡും എത്രയാണെന്ന് നോക്കാം. ഇൻ റിയാക്റ്റൻ സൈഡിൽ ഒറ്റൊരു എലമെൻറ്റ് മാത്രമേ അയേൺ ഉള്ളൂ, Fe. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ Fe3O4 എന്ന് പറയുന്ന കമ്പൗണ്ടിൻ്റെ അകത്ത് 3 അയോൺ ആറ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കോമൺ ആക്കണമെങ്കിൽ ഇപ്പം എന്ത് ചെയ്താൽ മതി? റിയാക്റ്റൻ സൈഡിൽ 3നോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത്, എപ്പോഴും കോഎഫിഷ്യൻ്റ് ആയിട്ട് മാത്രമേ നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ 3Fe plus 4H2O gives Fe3O4 plus 4H2 എന്നുള്ള ഫോമിലേക്ക് ഇക്വേഷൻ മാറും. അതായത് 3 ആറ്റംസ് ഓഫ് അയേൺ വരും റിയാക്റ്റൻ്റ് സൈഡിൽ. നെക്സ്റ്റ് കംസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ റൈറ്റിംഗ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അതായത് സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത്, ഫൈനലി ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ വി കൗണ്ട് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ. ഇനി നമ്മൾ ചെക്ക് ചെയ്യലാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ എങ്ങനെയുള്ളത്? 3Fe plus 4H2O gives Fe3O4 plus 4H2. ഇത് നമുക്ക് എത്ര ആറ്റംസ് ഉണ്ടെന്ന് നമ്പർ നോക്കണം. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണോ വരുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് എലമെൻറ്റ്സ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ ആർ ഈക്വൽ, അല്ലേ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 3Fe ഉണ്ട്, റൈറ്റ് സൈഡിൽ Fe3. അപ്പോൾ രണ്ട് സൈഡിലും 3 Fe ആറ്റം ഉണ്ട്. അതുപോലെ 4H2O വരുമ്പോൾ 4H2, അതിൽ 8 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലും അങ്ങനെ തന്നെ 4H2, 8 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്സിജൻ ആണെങ്കിൽ ഇപ്പോൾ 4H2O, അപ്പോൾ 4 കോഫിഷ്യൻ്റ് ആയിട്ട് വരുന്നുണ്ട്. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് റിയാക്റ്റൻ സൈഡിൽ? 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. അതേപോലെ റൈറ്റ് സൈഡിൽ Fe3O4, അപ്പോൾ 4 ഓക്സിജൻ ആറ്റം പ്രോഡക്റ്റ് സൈഡിലും ഉണ്ട്. ദിസ് ഇക്വേഷൻ ഈസ് നൗ ബാലൻസ്ഡ്. ദിസ് മെത്തേഡ് ഓഫ് ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ ഈസ് കോൾഡ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ്. ഈ മെത്തേഡിനെ നമ്മൾ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്നാണ് വിളിക്കുക. As we make trials to make balanced equation by using smallest whole number coefficient. അപ്പോൾ നമ്മൾ ഇവിടെ ട്രയൽ ചെയ്തിട്ടാണ് ആ നമ്പർ വന്നാൽ കറക്റ്റ് ആവോ ബാലൻസ് ആവോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്നാണ് പറയുക. ഇതോടുകൂടി നമ്മൾ സ്റ്റെപ്പ് 6 എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷന് ബാലൻസായി. ഇനി ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്, 7th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ദ സിമ്പിൾസ് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ്സ്. അതായത് നമുക്കിപ്പോൾ ഹൈഡ്രജൻ അല്ലെങ്കിൽ വാട്ടർ, അത് ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണോ, ലിക്വിഡ് സ്റ്റേറ്റിലാണോ, ഗ്യാസ് സ്റ്റേറ്റിലാണോ എന്നും കൂടെ എഴുതണം. അതാണ് ഫൈനൽ സ്റ്റെപ്പ് ഇൻ റൈറ്റിംഗ് എ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കെയർഫുള്ളി എക്സാമിൻ ദ above balanced equation. Does this equation tell us anything about the physical state of each reactant and product? പ്രോഡക്റ്റും റിയാക്റ്റൻറ്റും ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് നമുക്കിപ്പോൾ ആ ഇക്വേഷൻ കണ്ടാലും മനസ്സിലാവില്ല, അല്ലേ? അപ്പോൾ no information has been given in this equation about their physical state. ആ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഏത് സ്റ്റേറ്റിലാണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണോ അല്ല സോളിഡ് സ്റ്റേറ്റിലാണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. To make a chemical equation more informative, the physical state of the reactants and products are mentioned along with their chemical formula. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ നമുക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആവണമെങ്കിൽ അതിൻ്റെ കൂടെ ഓരോ എലമെൻസിൻ്റെയും കൂടെ നമ്മൾ എന്തും കൂടെ എഴുതണം? അത് ഏത് സ്റ്റേറ്റിലുള്ള കോമ്പൗണ്ട് ആണെന്നും കൂടെ എഴുതണം. അപ്പോൾ the gaseous, liquid, aqueous and solid state of reactants and products are represented by
ജി ബ്രാക്കറ്റിൽ ജി എന്ന് എഴുതി കഴിഞ്ഞാൽ ആ എലമെൻറ്റ് അല്ല ആ ആറ്റം ഗ്യാസിയസ് സ്റ്റേറ്റിലാണെന്ന് മനസ്സിലാക്കാം. ഇനി ബ്രാക്കറ്റിൽ എൽ എന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ അതെന്താണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഇനി ബ്രാക്കറ്റിൽ AQ എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അത് അക്വസ് സ്റ്റേറ്റിലാണെന്ന് മനസ്സിലാക്കാം. ഇനി S എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അത് സോളിഡ് സ്റ്റേറ്റിലാണെന്ന് മനസ്സിലാക്കാം. The word aqueous is written if the reactant or product is present as a solution in water. നമ്മൾ ഈ അക്വേസ് എന്നുള്ള ടേം കേട്ടു അല്ലേ. ഇതുവരെ നമ്മൾ സ്റ്റേറ്റ്സൊക്കെ പഠിച്ചത് സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ് നമുക്കറിയാം. ഇനി അക്വേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള എലമെൻറ്റ് അല്ലെങ്കിൽ ആറ്റം അത് വാട്ടറിൽ സൊല്യൂബിൾ ഫോമിലാണ് ഉള്ളതെങ്കിൽ, വാട്ടറിൽ ഡിസോൾവ് ചെയ്ത ഫോമിലാണ് ഉള്ളതെങ്കിൽ അതിനെ നമുക്ക് അക്വേസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ദ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്കിപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 3Fe എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്, അതുകൊണ്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം, എസ് എന്ന് കൊടുക്കാം. പ്ലസ് 4H2O അത് ഏത് ഫോമിലാണ് ഉള്ളത്? ഗ്യാസിയസ് ഫോമിലാണ് ഉള്ളത്, ഗ്യാസ്. അപ്പോൾ 4H2O ഗ്യാസിയസ് ഫോമിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് വാട്ടർ വേപ്പർ ആയിരിക്കും അല്ലേ. ഇനി ഗീവ്സ് Fe3O4 അത് എന്ത് ഫോമിലുള്ള? സോളിഡ് സ്റ്റേറ്റിൽ. പ്ലസ് 4H2 അതെന്താണ്? ഗ്യാസിയസ് സ്റ്റേറ്റിൽ. അപ്പോൾ ബ്രാക്കറ്റിൽ G വരും. നോട്ട് ദാറ്റ് ദ സിമ്പിൾ G ഈസ് യൂസ്ഡ് വിത്ത് H2O ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇൻ ദിസ് റിയാക്ഷൻ വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റീം. ഇവിടെ നമ്മൾ H2Oയിൽ G ആണ് കൊടുത്തിട്ടുള്ളത്, ഗ്യാസിയസ് സ്റ്റേറ്റിലാണുള്ളത്. വാട്ടറല്ല H2O എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ ഗ്യാസിയസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റീം, ആവി, വേപ്പർ. Usually, physical states are not included in a chemical equation unless it is necessary to specify them. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കേസസിൽ നമുക്കത് എഴുതണമെന്നില്ല. ഏത്? ഈ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യണമെന്നില്ല. സംടൈംസ് ദ റിയാക്ഷൻ കണ്ടീഷൻസ് such as temperature, pressure, catalyst, etc. for the reaction are indicated above or below the arrow in the equation. നമ്മളിപ്പം പറഞ്ഞു ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റോപ്പ് ആവണില്ല. സ്റ്റെപ്പ് എന്താണ് അടുത്തത്? സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യണം. സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് ആൽഫബറ്റ്സ് ഉണ്ട്. സോളിഡ് ആണെങ്കിൽ S, ലിക്വിഡ് ആണെങ്കിൽ L, അക്വേസ് ആണെങ്കിൽ AQ, ഗ്യാസ് ആണെങ്കിൽ G. അത് കൂടാതെ ഇപ്പോൾ ഈ റിയാക്ഷൻ നടക്കാൻ ഇത്ര ടെമ്പറേച്ചർ വേണം, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇന്ന കാറ്റലിസ്റ്റ് ആഡ് ചെയ്യണം, അതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ആരോ മാർക്കിൻ്റെ മേലെയാണ് അത് എഴുതുക. ഇപ്പോൾ ഒരു ഇക്വേഷൻ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. COG plus 2H2G gives CH3OHL. അതായത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും റിയാക്ട് ചെയ്തിട്ട് CH3OH എന്ന് പറയുന്ന ലിക്വിഡാണ് കിട്ടുന്നത്. അത് ഏത് കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ? 340 atm പ്രഷറിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്. 6CO2 aqueous plus 12H2O liquid give C6H12O6 aqueous plus 6O2 aqueous plus 6H2O liquid. ഇതിൻ്റെ കേസിൽ ഈ റിയാക്ഷനിൽ നമുക്ക് ആരോ മാർക്കിൻ്റെ മേലെ സൺലൈറ്റും ക്ലോറോഫില്ലും, അതെന്താണ്? കാറ്റലിസ്റ്റ് അല്ലേ. ആ ക്ലോറോഫില്ലും സൺലൈറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ അക്വേസ് എന്താണ്, ലിക്വിഡ് എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പം യൂസിങ് ദീസ് സ്റ്റെപ്പ് വി ക്യാൻ ബാലൻസ് ദി കെമിക്കൽ ഇക്വേഷൻ. ഇത്രയും സ്റ്റെപ്സാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്. താങ്ക് യു.